പതിവില്ലാത്തൊരു വാർത്തയാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. തടവുകാരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നുള്ള വിജിലൻസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം കെ വിനോദ് കുമാർ, ജയിൽ ഡി ഐ ജി ആയിട്ടുള്ള എം കെ വിനോദ് കുമാർ പ്രതിരോധത്തിലാവുകയും അദ്ദേഹം നടപടികളടക്കമുള്ള കാര്യങ്ങൾ നേരിടുകയും ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലം തൊട്ട് എം കെ വിനോദ് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളുടെ വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വകുപ്പ് തല ഇടപെടലുകളുടെ വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിജിലൻസ് ശേഖരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കൃത്യമായി എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ വഴിവിട്ട ഇടപെടലുകൾ എന്നുള്ള കാര്യം അതും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. 2023 ഏപ്രിലിൽ അന്നത്തെ മധ്യമേഖലാ ജയിൽ ഡി ഐ ജി ജയിൽ ഡയറക്ടർക്ക് ഇയാളുടെ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ കത്ത് അവഗണിക്കുകയാണ് ചെയ്തത്. ഈ കത്ത് നൽകിയ ഡി ഐ ജിയെ വിരമിക്കാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കിയ വിനോദ് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ സർക്കാർ സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ വിനോദ് കുമാർ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പാക്കിയ ഔഷധ സസ്യ കൃഷി പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നും കർശന നടപടിയെടുത്ത് 2.31 ലക്ഷം രൂപ തിരിച്ചു പിടിക്കണമെന്നുമൊക്കെ 2020 വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. വകുപ്പ് നടത്തിയ വിശദാന്വേഷണത്തിലും വിജിലൻസ് കണ്ടെത്തൽ ശരിവെക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ആ പണം തിരിച്ചു പിടിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, റിപ്പോർട്ട് നിലനിൽക്കെ ഡി ഐ ജി ആയി എം കെ വിനോദ് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി മൂന്നാമത്തെ കാര്യം, 2002 സമാനമായി ഈ മധ്യമേഖലാ ജയിൽ ഡി ഐ ജി 3 കത്തുകൾ ജയിൽ ഡയറക്ടർക്ക് നൽകിയിരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ 250 കിലോമീറ്റർ വരെ യാത്ര ചെയ്ത് മറ്റ് സോണുകളിലെ ജയിലുകളിൽ ഇയാൾ നടത്തുന്ന ഹ്രസ്വ സന്ദർശനങ്ങൾ, അതിൽ ദുരൂഹതയുണ്ടെന്നും അത് അന്വേഷിക്കണം എന്നുള്ളതുമായിരുന്നു ഈ കത്തിലെയും ആവശ്യം. എന്നാൽ ആ കത്തും വേണ്ട വിധത്തിൽ പരിഗണനയ്ക്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകളുമായി വിനോദ് കുമാറിന്റെ ബന്ധം സംശയിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഈ കൊടിസുനിയുടെ ജയിൽ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എം കെ വിനോദ് കുമാറിന് പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് സമഗ്രമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കും. അതിനുശേഷം സസ്പെൻഷൻ അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും.